ഗോൾഡ് ആൻഡ് സിൽവർ കോമ്പിനേഷനിൽ വന്നേക്കുന്ന ബനാറസി ലുക്കിൽ അതേപോലെ വന്നേക്കുന്ന ഒരു സാരിയാണ്. അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. NN117 എന്ന കോഡിലാണ് ഈ സാരി നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്രീ ഓർഡർ കാറ്റഗറിയിലുമാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 2999. ചിലർക്കെങ്കിലും ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നടന്ന ഒരു വലിയ പ്രീ വെഡ്ഡിങ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ അംബാനിയുടെ വൈഫ് നീത അംബാനി വെയർ ചെയ്തിരുന്ന ആ പ്യുവർ കാഞ്ചീപുരം അല്ല ബനാറസി സാരിയുടെ അതേ ഒരു റിപ്ലിക്ക നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി അവൈലബിൾ ആക്കുകയാണ്. അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയത് കാരണം തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് സ്റ്റൈലിംഗ് ചെയ്ത് വെയർ ചെയ്യാം. അപ്പർ പോർഷനിൽ ആൻറ്റി ഗോൾഡൻ കളറിൽ ഒരു ബ്രോഡായിട്ടുള്ള ബോർഡർ ഉണ്ട്. ലോവറിലും അതേപോലെ തന്നെ. ഈ സാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, നല്ല നീറ്റായിട്ട് ഉടുക്കുകയാണെങ്കിൽ വളരെ തിന്നായിട്ടുള്ള സാരിയാണ്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് പ്ലീറ്റ് ചെയ്ത് കൊടുക്കാനും നല്ലൊരു ഓപ്ഷനാണ്. ഇതിൻ്റെ ബ്ലൗസും അതേപോലെ തന്നെ ജക്കാർഡ് വീവിങ് പാറ്റേണിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസാണ്. ബ്ലൗസിലും അതേപോലെ തന്നെയുള്ള ബോർഡർ ഡീറ്റെയിലിംഗ് ആണ്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ബോഡിയാണ്. ബോഡിയിൽ ഫുള്ളായിട്ട് ഫ്ലോറൽ പാറ്റേൺ, ബനാറസി ഫ്ലോറൽ പാറ്റേണിൻ്റെ ജാൽ ഡിസൈൻസ് ത്രൂ ഔട്ട് ദ സാരിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു വെഡ്ഡിങ് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വെയർ ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. ആ പല്ലും ബ്ലൗസും ഒരേ പാറ്റേണിൽ തന്നെയാണ് വന്നേക്കുന്നത്. ഇത് പവർ ലൂമിൽ ചെയ്തെടുത്തിരിക്കുന്നതാണ്. കതാൻ വീവിങ്ങിൻ്റെ അതേ വീവിങ് സ്റ്റൈലിലാണ് വന്നേക്കുന്നത്, പ്യുവർ കതാൻ്റെ. കാരണം ഇതുണ്ടോ, റോങ് സൈഡ് ഏതാ റൈറ്റ് സൈഡ് ഏതാന്ന് നമുക്ക് ശരിക്കും കൺഫ്യൂഷൻ തോന്നുന്ന രീതിയിലാണ് എൻ്റെ വീവിങ് പാറ്റേൺസ് വന്നേക്കുന്നത്. നോർമലി ഇങ്ങനത്തെ ജക്കാർഡ് വീവിങ് വരുമ്പോൾ ബാക്ക് എൻഡിൽ ലൂസ് യാൻസ് വരാറുണ്ട്. ഇങ്ങനത്തെ ലൂസ് ലെൻസ് ഉള്ള സാരീസും ഉണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മൾ ആ ഒരു സെയിം റിപ്ലിക്ക ലുക്ക് നമുക്ക് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ മതി. www.aham.store എന്നാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വന്നിരിക്കുന്നത്. ആൻഡ് കോഡ് വന്നിരിക്കുന്നത് NN117. NN117. പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 2999. അപ്പം മിസ് ചെയ്യേണ്ട നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ്. ഇതിൻ്റെ 2 ഡിഫറെൻറ്റ് ഷെയ്ഡ്സും ഉണ്ട്. ഇപ്പം ഗോൾഡ് ആൻഡ് സിൽവർ ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പിങ്ക് ആൻഡ് സിൽവർ കോമ്പിനേഷനിലും നല്ല ഭംഗിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ലെയേർഡ് ആയിട്ടുള്ള കോറൽ ഫിനിഷിങ്ങിൽ വന്നേക്കുന്ന ഒരു മാലയാണ് കേട്ടോ. പ്രിന്റഡ് ചന്ദേരി സിൽക്ക് സാരി വിത്ത് ചെക്ക് വീവിങ് ഡിസൈൻസ്. അപ്പം ഇന്ന് നല്ല രസമുള്ള ഒരു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടും ലൈറ്റ് വെയ്റ്റ് ആയിട്ടും വന്നിരിക്കുന്ന ഒരു ചന്ദേരി സിൽക്ക് സാരിക്കകത്ത് നമുക്ക് പ്രിന്റഡ് ലുക്ക്, അതിൻ്റെ കൂടെ തന്നെ അതിനകത്ത് ഒരു വീവിങ് ചെക്ക് പാറ്റേൺസും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ലോ ബോർഡറും പിന്നെ ബോഡിയിൽ സ്കാറ്റേഡ് ആയിട്ട് വന്നിരിക്കുന്ന ലോട്ടസ് ഡിസൈൻസ് വിത്ത് ഫ്ലെമിംഗോ അല്ല, വേറെ ഏതോ ഒരു കിളിയാണ്. ഐ തോട്ട് ഇറ്റ്സ് ഫ്ലെമിംഗോ അറ്റ് ഫസ്റ്റ്. പക്ഷേ അതുപോലത്തെ ഉള്ള ഒരു ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള ഒരു ബേർഡ് ഡിസൈനും ലോട്ടസിൻ്റെ ആയിട്ടുള്ള പ്രിൻറ്റ് ഡിസൈൻസിലാണ് വന്നിരിക്കുന്നത്. 5899 റേഞ്ചിൽ വി ഹാവ് ദിസ് ബ്യൂട്ടിഫുൾ ലൈറ്റ് വെയ്റ്റ് ഒരു ക്രീമി ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ള സാരിയാണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ ബോർഡറും ബനാറസി ലുക്കിലാണ് വന്നിരിക്കുന്നത് വിത്ത് ഫ്ലോറൽ ഡീറ്റെയിലിംഗ്. ആൻഡ് ഇത് ലൈറ്റായിട്ട് ഗോൾഡൻ ത്രെഡിൻ്റെ കൂടെ കൂടുതലായിട്ടും ഗോൾഡൻ ജെറിയുടെ കൂടെ കൂടുതൽ ത്രെഡ് വീവ് ചെയ്തെടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഷൈനാണ്. നല്ല ഒരു ക്രീമി ബേജ് ഷെയ്ഡാണ് അതിൻ്റെ ത്രെഡിന് വന്നിരിക്കുന്നത്. ഗോൾഡൻ ബേജ് അങ്ങനത്തെ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. 2 സൈഡിലെയും വീവിങ് ബോർഡർ ഒരുപോലെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ലോവർ സൈഡിൽ മാത്രമാണ് ഈ ഒരു ബോർഡർ പാറ്റേൺ വന്നിരിക്കുന്നത്. ആൻഡ് ബ്ലൗസ് റണ്ണിങ്ങിൽ തന്നെയാണ് വരുന്നത്. പല്ലുവിൽ നമുക്ക് എൻഡിലായിട്ട് ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ്. ഇപ്പോൾ ചന്ദേരി സാരീസിൻ്റെ അകത്ത് നമുക്ക് എപ്പോഴും ഇതുപോലെ തന്നെ വളരെ ഷോർട്ടായിട്ടുള്ള ഡീറ്റെയിലിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഉടുക്കാൻ വളരെ സുഖമുള്ള ഒക്കേഷണൽ വെയർ സാരീസിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ. ആൻഡ് ഇത് നമുക്ക് ആ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് മിക്ക കളേഴ്സും ഓഫ് വൈറ്റിൻ്റെ കൂടെയൊക്കെ ഭംഗിയാണ്. ആൻഡ് ആ ഒരു ഗോൾഡൻ ടോൺ ബോർഡർ, ഭയങ്കര ഫ്ലാഷി അല്ലാത്ത ബോർഡേഴ്സ് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ലുക്കാണ് കേട്ടോ. ട്രാൻസ്പെറൻസി നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ വരുന്നില്ല. ചെറിയൊരു ചന്തേരിയാണല്ലോ, അപ്പോൾ ചെറുതായിട്ട് ലൈറ്റർ ഫാബ്രിക് തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ ഇൻസൈഡ് പോർഷൻ നമുക്ക് ചെറുതായിട്ട് കൊണ്ടുവരും കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ത്രെഡ് വരുന്നതിൻ്റെ കൊണ്ട് ഇല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഷോർട്ട് വീവിങ് ലൂപ്സാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഭയങ്കര അങ്ങനെ കൊണ്ട് വലിഞ്ഞങ്ങനെ പോണ രീതിക്കൊന്നും ഇല്ല അതിൻ്റെ അകത്ത്. ആൻഡ് നമുക്ക് ഇത് ഡിജിറ്റൽ പ്രിൻറ്റിലാണ് ഈ ഒരു ഡീറ്റെയിലിങ്ങിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ RGD 183 എന്ന കോഡിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 5899. ബ്യൂട്ടിഫുൾ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ നമുക്ക് എപ്പോഴും കാണുന്ന ആ ലോട്ടസിനകത്ത് തന്നെ നമുക്കൊരു മോവ് ടോണും ആ ഒരു ഗ്രീൻ ഷെയ്ഡും ഒക്കെ അല്ലേ ലോട്ടസിൻ്റെ കളറല്ലേ, ശരിക്കും അതേ കളേഴ്സിലൊക്കെ തന്നെയാണ്
വന്നിരിക്കുന്നത്. സോ ചെക്ക് ഇറ്റ് ഔട്ട്. ശരിക്കും ഒരു ഫെസ്റ്റീവ് വെയർ, നമുക്ക് നോർത്ത് ഇന്ത്യൻ ഇൻസ്പിറേഷൻസിനകത്ത് വരുന്നത്, നമുക്ക് ഗോട്ടാ വർക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളതും നോർത്ത് ഇന്ത്യൻ വെഡിങ് ലുക്സിനകത്തൊക്കെ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു ഫെസ്റ്റീവ് ലുക്കിൽ തന്നെ ദിൽ ഹാവ് എ ലോട്ട് ഓഫ് ഇറ്റ്. ഭയങ്കര രസമാണ് കാണാനായിട്ട്. ആൻഡ് ഇന്ന് നമ്മൾ ഗോട്ടാടെ തന്നെ ഒരു വേരിയേഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഗോൾഡ് ആൻഡ് സിൽവർ ടോണിലൊരു മിക്സാണ്. ആൻഡ് ദ സാരി ഓൾസോ കംസ് ഇൻ 2 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്. ആ ബ്യൂട്ടിഫുൾ ഗോൾഡൻ ഒരു സോഫ്റ്റ് യെല്ലോ ആണ് കേട്ടോ, ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡല്ല, ഒരു ഗോൾഡൻ ടോണിൽ തന്നെ വന്നിട്ട് കൂടുതലും നമുക്ക് ആ ഒരു പ്യോർ സിൽക്ക് ഓർഗൻസ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഷീൻ ഉണ്ടല്ലോ അതിൻ്റേതായ ആ ഒരു കോമ്പിനേഷൻ വിത്ത് ദറ്റ് കളർ ഭയങ്കര രസമുള്ളൊരു ഭയങ്കര ക്ലാസി കളറാണ്. സോ ഹൗ ദിസ് ബോർഡർ സ്റ്റാൻഡ്സ് ഔട്ട്, നമുക്കതിൻ്റെ ഒരു ഷെയ്ഡ് വെച്ചിട്ട് അതിനെ നമ്മളതിനകത്ത് ബാലൻസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡും ഭയങ്കര രസമായിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ്. ഒരു വൈറ്റ് ടോണിലോട്ട് പോയേക്കുന്ന ഷെയ്ഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടി ഒരു സർക്കിൾനെസ് അവിടെ വരുന്നുണ്ട്. ബോത്ത് ആർ വെരി പ്രിറ്റി ഷെയ്ഡ്സ്. അപ്പോൾ പ്യുവർ ഓർഗൻസയിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ബോർഡർ ത്രൂ ഔട്ട് നമുക്ക് ഈ ഒരു വർക്ക് ഡീറ്റെയിലിങ് 2 ബോർഡറിലും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലീറ്റഡ് ആയിട്ടുള്ള ലുക്കാണെങ്കിലും നമുക്കത് ക്യാരി ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു കൂടുതലും നമ്മൾ ഒരുപാട് പേര് ഇങ്ങനത്തെ ഓർഗൻസ സാരീസ് വരുമ്പോഴത്തേക്ക് സിംഗിൾ പ്ലീറ്റ് ആയിരിക്കാം നമ്മൾ ഒരുപാട് പേര് അതിനകത്ത് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഇത് ഞാൻ ജസ്റ്റ് വെച്ചേക്കാണ്. ഒബ്വിയസ്ലി ഹാവ് ടു വർക്ക് എ ലോട്ട് ഓൺ ഇറ്റ്. നമ്മൾ നല്ല പ്ലീറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ലുക്ക് വിൽ ബി റിയലി പ്രിറ്റി. ആൻഡ് ഓർഗൻസയാണ്, നമുക്ക് ഒതുങ്ങി കിടക്കുന്ന ലുക്കല്ല, നമുക്കൊരു നല്ലൊരു എന്താ പറയുക കുറച്ചൊരു സ്റ്റിഫർ ഫീലാണ് എപ്പോഴും. ഫ്ലോയി ഫീൽ വിത്ത് സ്റ്റിഫ്നെസ് വരുന്ന ഒരു പെർട്ടിക്കുലർ ഫാബ്രിക്കാണ് നമുക്ക് ഓർഗൻസാസ്. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് നമുക്ക് സിൽക്ക് ക്രേപ്പിലാണ് വന്നിരിക്കുന്നത്. പിക്ചേഴ്സ് നമ്മളിതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതും കൂടി വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിവേ ദ വർക്ക് ഡീറ്റെയിലിംഗ് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് ക്ലോസർ യു ക്യാൻ സീ സിൽവറിൻ്റെ അകത്ത് നമുക്കൊരു സിൽവറി ഗ്രേയുടെ ഒരു അറ്റാച്ച്മെൻ്റ് ആണ് അവിടെ. ത്രെഡ് വർക്ക്, ഒരു സിഗ്സാക്ട് സ്റ്റിച്ചസ് യൂസ് ചെയ്തിട്ട് ചെയ്തേക്കാണ്. ആൻഡ് യു ഹാവ് 2 കൈൻഡ് ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദിസ്, ലൈക്ക് 3 പെറ്റലായിട്ടും മൾട്ടിപ്പിൾ. അതൊരു ബഡ് ലുക്കും ലൈക്ക് ഫുൾ ബ്ലൂം ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഫ്ലോറൽ ഡീറ്റെയിലിംഗ് പോലെ. സെൽഫ് കളറിൽ തന്നെ ഗോൾഡന് മാളിൽ നമുക്ക് യെല്ലോ, അപ്പോൾ സിമിലർ ടോണാണല്ലോ, അതാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. ആൻഡ് സ്കാലപ്പ് ആയിട്ടുള്ള എഡ്ജ് ഡീറ്റെയിലിങ്ങും വന്നിട്ടുണ്ട്. അപ്പോൾ ഫുൾ സാരിയിൽ നമുക്ക് ഈ ഒരു ഗോട്ട വർക്ക് വന്നിട്ടുമുണ്ട്. 2 ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൻ്റെ അകത്തും ഒരേപോലത്തെ വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. SBS 819 എന്ന കോഡിൽ പ്രൈസ്ഡ് അറ്റ് 10,799. സോ പ്യുവർ ഓർഗൻസ, ഫുള്ളി പാർട്ടി വെയർ ലുക്ക്. നമുക്ക് സൗത്ത് ഇന്ത്യയിൽ നമ്മൾ ഇങ്ങനത്തെ ലുക്സ് അധികം കാണാറില്ല. അപ്പോൾ ഇഫ് യു വോണ്ട് ടു സ്റ്റാൻഡ് ഔട്ട് ഇൻ ദ ക്രൗഡ്, ഡെഫിനറ്റ്ലി യു കൻ ഗോ ഫോർ ദിസ് സാരി. ചെക്ക് ഇറ്റ് ഔട്ട്.